ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോയാണ്. ഒരു വെഡ്ഡിങ് സാരിയാണ് കേട്ടോ ഇത്. റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് ലേസൊക്കെ പിടിപ്പിച്ചിട്ട് ഞങ്ങൾ തന്നെ സാരിയാക്കി മാറ്റിയതായിരുന്നു. 2011 എൻ്റെ ഇത്ര കല്യാണം. അപ്പോൾ എടുത്ത സാരിയാണ് കേട്ടോ. അപ്പോഴത്തെ സാരിയാണ്. അപ്പോൾ അന്ന് അതൊരു ട്രെൻഡായിരുന്നു അങ്ങനെ സാരി മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ഞങ്ങളത് ജാക്കറ്റ് കുർത്തിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സാറ്റിൻ ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാറ്റിൻ ലൈനിങ് ഏതാണ്ട് 58 ഇഞ്ചോളം വീതിയുള്ള തുണിയാണ്. ആദ്യമേ തന്നെ യോക്ക് പോർഷൻ വെട്ടിയെടുക്കുകയാണ്. കാരണം എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് എംബ്രോയ്ഡറി ചെയ്യണം. നെക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് വർഷങ്ങളായി. സ്വീക്വൻസ് വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ടും സ്വീക്വൻസുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വൈറ്റ് പേളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ യോക്ക് ഏതാണ്ട് തയ്ച്ച് കഴിയാറായി. ബാക്കിലും ഫ്രണ്ടിലും ഞാൻ ടക്ക് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൽ. പിന്നെ റൗണ്ട് നെക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലും വെച്ചിരിക്കുന്ന റൗണ്ട് നെക്കാണ്, ബാക്ക് അധികം ഇറക്കാതെയാണ് വെച്ചിരിക്കുന്നത്. രണ്ട് റൗണ്ട് നെക്ക് അല്ലെങ്കിൽ യു നെക്ക് എന്ന് പറയാം. അങ്ങനെയാണ് രണ്ടും ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സാറ്റിന് യോക്കിന് മാത്രം ഞാൻ സെപ്പറേറ്റ് ലൈനിങ് വേറെ വെച്ചിട്ടുണ്ട്. താഴേക്ക് വെക്കുന്നില്ല, സ്കേർട്ട് പീസിന് വെക്കുന്നില്ല. ബോട്ടം വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് യോക്കിൽ മാത്രം വെച്ചിട്ടുള്ളൂ. നെക്ക് വേറൊരു സ്റ്റിഫ് വെച്ചടിച്ചിട്ട് മറിച്ചടിച്ച് പതിച്ച് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ജാക്കറ്റിന് മാത്രമേ സ്ലീവ് വയ്ക്കുന്നുള്ളൂ. കുർത്തിക്ക് സ്ലീവ് വയ്ക്കുന്നില്ല. സ്ലീവ്ലെസ് ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആം ഹോളിൽ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അത് അടിച്ച് മറിച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യണത്. സ്ലീവ് വയ്ക്കാണ്ടപ്പോൾ അവിടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി അത് തന്നെ അങ്ങോട്ട് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെറ്റിക്കോട്ട് വയ്ക്കണ പോലെ ആയിപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നെക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ഞാനൊരു വി പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നി. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനത് അഴിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്വീക്വൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്കേർട്ട് പീസാണ് തയ്ക്കുന്നത്. അപ്പോൾ സ്കേർട്ട് പീസിൻ്റെ അംബ്രല്ല ആയിട്ടാണ് സ്കേർട്ടിൻ്റെ ഭാഗം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടിവശം ഒരു 4 ഇഞ്ച് വീതിയിൽ 2 പ്രാവശ്യമായിട്ട് മടക്കിയിട്ട് വെറുതെ അടിക്കുകയാണ് ചെയ്യണത്. ആദ്യം ഞാൻ ഓർത്ത് 6 ആഗ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് സാറ്റിനല്ലേ എൻ്റെ ഇവിടെ കൂടെ നൂലൊക്കെ പോന്നു കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ മടക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ജാക്കറ്റാണ് വെട്ടുന്നത്. അപ്പം ജാക്കറ്റ് വെട്ടുന്നതിന് മുമ്പ് വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഞാനിത് ആദ്യമേ തന്നെ ഇതിൻ്റെ ലേസ് അഴിച്ച് മാറ്റാനായിട്ട് മറന്നുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അത്ര വീതി ഈ ചുരിദാറിനോ അല്ലെങ്കിൽ ജാക്കറ്റിനോ ആവശ്യമില്ല. അത് വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഡിസൈനിൻ്റെ അതേ രീതിയിലുള്ള അതേ കളറിലുള്ള ആ ഒരു ഭാഗം മാത്രമേ ഞാൻ ആ ലേസിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നീട് അത് മുഴുവനും അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് ഞാനിത് വെട്ടി തയ്ക്കാനിരുന്നത് കേട്ടോ. കട്ട് ചെയ്ത ശേഷം ആദ്യം ചെയ്തത് ആ ലേസ് നെക്കിൻ്റെ താഴെ മുതൽ എല്ലാ വശത്തേക്കും താഴെയും ഡൗൺ പോർഷനിൽ ഈ നമ്മൾ മടക്കി അടിക്കേണ്ട ആ ഭാഗം അത്രയും ഭാഗത്തേക്ക് നമ്മൾ ഈ ലേസ് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്തത്. ലേസ് തയ്ച്ചതിന് ശേഷം മാത്രമേ നെക്ക് അടിച്ച് മറിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്ലീവും പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ ഫ്രണ്ട് ഓപ്പണാണ് ഈ ജാക്കറ്റിന്. അപ്പോൾ ഫ്രണ്ടിലും താഴെ ഭാഗത്തും ലേസ് ആദ്യം പിടിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നെക്ക് അടിച്ചത് കേട്ടോ. ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ 2 പീസും ലേസ് പിടിപ്പിച്ച ശേഷം സ്ലീവിനും കൂടെ ലേസ് പിടിപ്പിച്ചു. അതിന് ശേഷമാണ് ബാക്ക് പീസിൻ്റെ അടിഭാഗത്തും കൂടെ ലേസ് പിടിപ്പിക്കണം. എന്നാലേ അത് ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ബാക്ക് പീസ് മാത്രമായിട്ട് ലേസ് പിടിപ്പിക്കാതിരുന്നാൽ ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ബാക്ക് പീസിനും കൂടി അടിവശത്ത് ലേസ് പിടിപ്പിച്ചിട്ട് പിന്നെ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സൈഡ് അടിച്ചു. ഫ്രണ്ട് നെക്കിൽ ലേസിൻ്റെ സ്കാലപ്പ് വരുന്ന ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. മുഴുവൻ വീതിയിലെടുത്താൽ അത് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു, മാത്രമല്ല കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാനോർത്ത് അതിൻ്റെ ലേസ് മാത്രമായിട്ട് പിടിപ്പിക്കുക, ആ സ്കാലപ്പ് മാത്രമായിട്ട് പിടിപ്പിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വെറുതെ ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ തളർന്ന തുണിയും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത്.
അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ആ വി പോലെ ഇരിക്കുന്ന ഭാഗം ഞാൻ അഴിച്ച് കളഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തും കൂടി ഭംഗിയായിട്ട് തോന്നിയത്. കുറച്ച് വൈറ്റ് പേളും കൂടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുള്ള ലുക്കാണിത്. നിങ്ങൾക്ക് ഈ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ബൈ, താങ്ക് യു.